ഹാൻഡ് ബാഗേജുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ചെക്കിൻ ഒഴിവാക്കാൻ ഒരുങ്ങി ദുബായ് വിമാനത്താവളം. യാത്രക്കാർക്ക് സുഗമവും വേഗതയേറിയതുമായ യാത്രാനുഭവം നൽകാൻ നിരവധി പ്രവർത്തനങ്ങളാണ് ദുബായ് എയർപോർട്ട് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരമെന്ന് ദുബായ് എയർപോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. യാത്രക്കാരുടെ ഏറ്റവും വിലപ്പെട്ട ഉൽപ്പന്നം സമയമാണെന്നാണ് ദുബായ് എയർപോർട്ട് അധികൃതരുടെ വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹാൻഡ് ബാഗേജുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ചെക്കിൻ ഒഴിവാക്കാനുള്ള തീരുമാനം. വിമാനത്താവളങ്ങൾ ആളുകളോട് ചെക്കിൻ ഡെസ്കിനായി വരിയിൽ നിൽക്കാൻ ആവശ്യപ്പെടുന്നത് അവസാനിപ്പിക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു. ലോകമെങ്ങുമുള്ള യാത്രക്കാരുടെ ശൃംഖലയായ അൾട്രാ ട്രാവൽ നെറ്റ്വർക്ക് നടത്തിയ വോട്ടെടുപ്പിൽ ഏറ്റവും മികച്ച എയർലൈനായി എമിറേറ്റ്സിനെ തിരഞ്ഞെടുത്തു. 1.2 മില്യൺ സഞ്ചാരികളാണ് അൾട്രാ ട്രാവൽ നെറ്റ്വർക്കിലുള്ളത്. ഇത് തുടർച്ചയായ 8ാം തവണയാണ് ലോകത്തിലെ മികച്ച എയർലൈനുള്ള പുരസ്കാരം എമിറേറ്റ്സ് സ്വന്തമാക്കുന്നത്. തുടർച്ചയായ 8ാം തവണയും അവാർഡ് സ്വന്തമാക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് എമിറേറ്റ്സ് എയർലൈൻ പ്രസിഡന്റ് സർ ടിം ക്ലർക്ക് പ്രതികരിച്ചു. തങ്ങളുടെ യാത്രക്കാരോടുള്ള പ്രതിബദ്ധതയുടെ ബലമാണ് യാത്രക്കാർ അർപ്പിക്കുന്ന വിശ്വാസത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്ലീറ്റ് ആധുനികവൽക്കരിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഇനിയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. UAE സെൻട്രൽ ബാങ്ക് വ്യക്തിഗത വായ്പയ്ക്കുള്ള ശമ്പള പരിധി റദ്ദാക്കിയെന്ന് റിപ്പോർട്ട്. താഴ്ന്ന വരുമാനക്കാർക്ക് സഹായകരമായ നീക്കമാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. UAE സെൻട്രൽ ബാങ്ക് അധികൃതരെ ഉദ്ധരിച്ച് എമിറാത്ത് അൽ യൂം പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വ്യക്തിഗത വായ്പ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി മിക്ക സ്ഥാപനങ്ങളിലും മുമ്പ് ഏകദേശം 5000 ദിർഹമായിരുന്നു. ഇതിനാലാണ് മാറ്റം വരുത്തുന്നത്. വ്യക്തിഗത വായ്പ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി റദ്ദാക്കാൻ UAE സെൻട്രൽ ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിച്ചതായി എമിറാത്ത് അൽ യൂം റിപ്പോർട്ട് ചെയ്യുന്നു. ബാങ്കുകൾ ഇനി അവരുടെ ആഭ്യന്തര നയങ്ങളെ അടിസ്ഥാനമാക്കി ശമ്പള പരിധി നിർണ്ണയിക്കാൻ കഴിയും. താഴ്ന്ന വരുമാനക്കാർക്ക് ക്യാഷ് ഓൺ ഡിമാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ദുബായ് RTA പുറത്തിറക്കിയ നവീകരിച്ച നോൾപേ ആപ്പ് വഴി യാത്രക്കാർക്ക് ഇനി മുതൽ കാലാവധി പൂർത്തിയായ കാർഡുകൾ റിന്യൂ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, കാർഡുകളുടെ കാലാവധി നീട്ടുവാനും ഇനി പുതിയ ആപ്പിലൂടെ സാധ്യമാകും. ഫാമിലി കാർഡുകളുടെ ഓട്ടോമാറ്റിക് ടോപ്പപ്പുകളും നിശ്ചിത ഇടവേളകളിലേക്ക് ഷെഡ്യൂൾ ചെയ്തു വയ്ക്കാനുള്ള സൗകര്യവും പുതിയ ആപ്പ് നൽകുന്നു. ട്രാവൽ പാസുകൾ വാങ്ങാനും ഇനി മുതൽ ആപ്പ് വഴി സാധിക്കും. ബാലൻസുകൾ പരിശോധിക്കാനും ഫാമിലി കാർഡിൽ നിന്ന് ആരുടെയെങ്കിലും കാർഡ് ഒഴിവാക്കാനോ പുതിയത് ആഡ് ചെയ്യാനോ ആപ്പ് വഴി ഇനി എളുപ്പത്തിൽ സാധ്യമാകും. മൊബൈൽ ഫോണുകളുടെ ടോപ്പപ്പിനും ഇനി മുതൽ നോൾപേ ആപ്പ് വഴി ഉപയോഗിക്കാവുന്നതാണ്. NTV UAE to the world.